പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 24 വരെയുള്ളതായ വേദവാക്യങ്ങൾ. യോശിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യഹോയാക്കീമിൻ്റെ വാഴ്ചയുടെ ആരംഭത്തിങ്കൽ യഹോവയിങ്കിൽ നിന്നുണ്ടായ അരുളപ്പാട് അവിത്. യഹോവയെ പ്രകാരം അരുളി ചെയ്യുന്നു, നീ യഹോവയുടെ ആലയത്തിൻ്റെ പ്രാകാരത്തിൽ നിന്നുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ നമസ്കരിപ്പാൻ വരുന്ന സകല യഹൂദ പട്ടണങ്ങളോടും പ്രസ്താവിപ്പാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന സകല വചനങ്ങളെയും അവരോട് പ്രസ്താവിക്കുക. ഒരു വാക്കും വിട്ടുകളയരുത്. അവരുടെ ദുഷ്പ്രവർത്തികൾ നിമിത്തം ഞാൻ അവർക്ക് വരുത്തുവാൻ വിചാരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് ഞാൻ അനുതപിക്കത്തക്കവണ്ണം. പക്ഷേ അവർ കേട്ട് ഓരോരുത്തൻ താൻ്റെ ദുർമാർഗം വിട്ടു തിരിയുമായിരിക്കും. എന്നാൽ നീ അവരോട് പറയേണ്ടത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇടവിടാതെ നിങ്ങളുടെ അടുക്കൽ അയച്ചു പറയിച്ചിട്ടും നിങ്ങൾ കൂട്ടാക്കാതിരുന്ന എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വചനങ്ങളെ കേൾപ്പാനും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച എൻ്റെ ന്യായപ്രമാണത്തെ അനുസരിച്ച് നടപ്പാനും നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയില്ലെങ്കിൽ ഞാൻ ഈ ആലയത്തെ ശീലോവിന് തുല്യമാക്കി ഈ നഗരത്തെ ഭൂമിയിലുള്ള സകല രാജ്യാദികൾക്കും ശാപവാക്യമാക്കി തീർക്കും. യിരെമ്യാവ് ഈ വാക്കുകളെ യഹോവയുടെ ആലയത്തിൽ വെച്ച് പറയുന്നത് പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും കേട്ടു. എന്നാൽ സകല ജനത്തോടും പ്രസ്താവിപ്പാൻ യഹോവ കൽപ്പിച്ചിരുന്നതൊക്കെയും യിരെമ്യാവ് പ്രസ്താവിച്ചു തീർന്ന ശേഷം പുരോഹിതന്മാരും പ്രവാചകന്മാരും സകല ജനവും അവനെ പിടിച്ചു, നീ മരിക്കണം നിശ്ചയം. ഈ ആലയം ശീലോവിന് തുല്യമാകും, ഈ നഗരം നിവാസികളില്ലാതെ ശൂന്യമാകും എന്നു നീ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചിരിക്കുന്നത് എന്ത് എന്നു പറഞ്ഞു ജനമൊക്കെയും യഹോവയുടെ ആലയത്തിൽ യിരെമ്യാവിൻ്റെ അടുക്കൽ വന്നുകൂടി. ഈ കാര്യം യഹൂദാ പ്രഭുക്കന്മാർ കേട്ടാറെ അവർ രാജാവിൻ്റെ അരമനയിൽ നിന്നു യഹോവയുടെ ആലയത്തിലേക്ക് കയറി ചെന്നു. യഹോവയുടെ ആലയത്തിൻ്റെ പുതിയ പടിവാതിലിൻ്റെ പ്രവേശനത്തിങ്കിലിരുന്നു. പുരോഹിതന്മാരും പ്രവാചകന്മാരും പ്രഭുക്കന്മാരോടും സകല ജനത്തോടും ഈ മനുഷ്യൻ മരണയോഗ്യൻ, അവൻ ഈ നഗരത്തിന് വിരോധമായി പ്രവചിച്ചിരിക്കുന്നു, നിങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടുവല്ലോ എന്ന് പറഞ്ഞു. അതിന് യിരെമ്യാവ് സകല പ്രഭുക്കന്മാരോടും സർവ്വജനത്തോടും പറഞ്ഞത്, നിങ്ങൾ കേട്ടിരിക്കുന്ന വാക്കുകളൊക്കെയും ഈ ആലയത്തിനും ഈ നഗരത്തിനും വിരോധമായി പ്രവചിപ്പാൻ യഹോവ എന്നെ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിപ്പിൻ. എന്നാൽ യഹോവ നിങ്ങൾക്ക് വിരോധമായി അരുളി ചെയ്തിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കും. ഞാനോ ഇതാ നിങ്ങളുടെ കയ്യിലിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടവും ന്യായവുമായി തോന്നുന്നത് പോലെ എന്നോട് ചെയ്തുകൊള്ളുവിൻ. എങ്കിലും നിങ്ങൾ എന്നെ കൊന്നുകളഞ്ഞാൽ നിങ്ങൾ കുറ്റമില്ലാത്ത രക്തം നിങ്ങളുടെ മേലും ഈ നഗരത്തിന്മേലും അതിലെ നിവാസികളുടെ മേലും വരുത്തും എന്നറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾ കേൾക്കെ ഈ വാക്കുകളൊക്കെയും പ്രസ്താവിക്കേണ്ടതിന് യഹോവ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. സത്യം. അപ്പോൾ പ്രഭുക്കന്മാരും സകല ജനവും പുരോഹിതന്മാരോടും പ്രവാചകന്മാരോടും, ഈ മനുഷ്യൻ മരണയോഗ്യനല്ല, അവൻ നമ്മുടെ ദൈവമായ യഹോവയുടെ നാമത്തിലല്ലോ നമ്മോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. അനന്തരം ദേശത്തിലെ മൂപ്പന്മാരിൽ ചിലർ എഴുന്നേറ്റു ജനത്തിൻ്റെ സർവ്വസംഘത്തോടും പറഞ്ഞത്, യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ കാലത്ത് മൊരഷ്ട്യനായ മിഖായാവ് സകല യഹൂദ ജനത്തോടും പ്രവചിച്ചു. സിയോനെ വയൽ പോലെ ഉഴുതുകളയും, യെരൂശലേം കൽക്കുന്നായും ഈ ആലയമുള്ള പർവ്വതം വനാന്തരഗിരികളായും തീരും എന്നിങ്ങനെ സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. യഹൂദ രാജാവായ ഹിസ്കിയാവും സർവ്വ യഹൂദായും അവനെ കൊന്നുകളഞ്ഞുവോ? അവൻ യഹോവയെ ഭയപ്പെട്ട് യഹോവയോട് ക്ഷമയാചിക്കുകയും താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് യഹോവ അനുദപിക്കുകയും ചെയ്തില്ലയോ? നാമോ നമ്മുടെ പ്രാണന് വലിയൊരു അനർത്ഥം വരുത്തുവാൻ പോകുന്നു. അങ്ങനെ തന്നെ കിര്യത്ത് യയാരീമിൽ നിന്നുള്ള ശെമര്യാവിൻ്റെ മകനായ ഊര്യാവ് എന്നൊരുത്തൻ യഹോവയുടെ നാമത്തിൽ പ്രവചിച്ചു. അവൻ യിരെമ്യാവിൻ്റെ സകല വാക്കുകളെയും പോലെ ഈ നഗരത്തിനും ഈ ദേശത്തിനും വിരോധമായി പ്രവചിച്ചു. യഹോയാക്കീം രാജാവ് അവൻ്റെ സകല യുദ്ധവീരന്മാരും സകല പ്രഭുക്കന്മാരും അവൻ്റെ വാക്കുകളെ കേട്ടപ്പോൾ രാജാവ് അവനെ കൊന്നുകളവാൻ വിചാരിച്ചു. ഊരിയാവ് അത് കേട്ടപ്പോൾ ഭയപ്പെട്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി. യഹോയാക്കീം രാജാവ് ചില ആളുകളെ അക്ബോറിൻ്റെ മകനായ നാഥാനെയും അവനോടുകൂടെ മറ്റു ചിലരെയും മിസ്രൈമിലേക്ക് അയച്ചു. അവർ ഊരിയാവെ മിസ്രൈമിൽ നിന്ന് യഹോയാക്കീം രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ വാൾ കൊണ്ട് കൊന്ന് അവൻ്റെ ശവത്തെ സാമാന്യ ജനത്തിൻ്റെ ശ്മശാനത്തിൽ ഇട്ടുകളഞ്ഞു. എന്നാൽ യിരെമ്യാവെ ജനത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. കൊല്ലാതിരിക്കേണ്ടതിന് ശാഫാൻ്റെ മകനായ അഹീക്കാം അവന് പിന്തുണയായിരുന്നു.